எப்பமா வந்த சிப்புரி இந்த எருத மிராத்தி மிராத்தி ஓமி வெட்டில இந்தல தாத்த வெட்டில திண்டோய் திண்டோயோமி திண்டோ திண்டோமி திண்டோ ഇവ കൊഞ്ചിരാണ്ടല്ല വെറ്റില പോകണം ഇടക്കെ പോകണം പോകണം ചുണ്ണാൻ പോകണം മിരാത്തിമാരെ നീങ്ക ഒട്ടള കൂടെ ഇളച്ചോയി ഞാൻ അവർ കൂടെ ഉരാടിച്ചു വരാട്ടെ എല്ലാരും വന്നുള്ളിരിയോ എന്നെ പേരു ചിപ്രി എന്നാ ചാനലൊക്കെ നിങ്ങ മലയിണ്ടിരിയോ എന്നെ ചാനലിന് പേര് എനക്ക് പറവാൻ കിടക്ക കണ്ടവ മൊട്ട അവനെ പേരൊരുക്ക പറഞ്ഞാ അവൻ തന്നെ എറണാകുളത്തിന്തു ഇന്റെ എരുത വന്ദനേ ഉള്ളായി നാനു എന്നെ മിരാത്തിമാരു ഒന്നു കരിക്ക് മിരാത്തി ഇന്നൊരു നാറാണി മിരാത്തി ഞങ്ങൾ മൂന്നാളും കൂടി കൊല്ലിത്താൾക്ക് വന്നായി ഊടുന്തോ താളുനുള്ളി എടുത്താണ്ടു തൊടിയിൽ കൊണ്ടുപോയി കൊടുക്കണം ആടുന്തോ താളുകറി ഏണ വെക്കിണ്ടേണ്ടു അവരെ നിങ്ങൾക്ക് പറഞ്ഞു തരുവരും എൻ്റെ അല്ല ഞങ്ങൾ പോട്ടെ. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയാനേഷ്. അങ്ങനെ വീണ്ടും നാട്ടിലെത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അല്ലേ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, മണ്ണിൻ്റെ മക്കൾ, കാടിൻ്റെ മക്കൾ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഇവരുടെ ഭാഷ സംസാരിക്കാൻ സുപ്രിയ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷെ സംഗതി അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഓർമ്മ വെച്ച നാൾ മുതൽ ഇവരുടെ കൂടെ ഇടപഴകി വളർന്ന എനിക്ക് ഈ ഭാഷ സംസാരിക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. പിന്നെ സ്ഥിരമായിട്ട് ഈ ഭാഷ ഉപയോഗിക്കാത്തതുകൊണ്ടും അങ്ങനെ കേൾക്കാത്തതുകൊണ്ടും ഒരു ടച്ച് വിട്ടു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടൊന്ന് പൊടിതട്ടി എടുക്കേണ്ടി വന്നു. ഇവരിൽ പ്രായമായിട്ടുള്ള സ്ത്രീകളെ നമ്മൾ ബഹുമാനത്തോടെ മെരത്തിയെന്നും പുരുഷന്മാരെ മെരവനെന്നുമാണ് വിളിക്കാറ്. കുട്ടിക്കാലം മുതൽ എനിക്കറിയാം ഇവരെ. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്നാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള താള്, കള്ളി, കൂണ് ഇതൊക്കെ എടുത്തിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത്തവണ താളെന്നുള്ളാൻ ഞാനും ഇവരുടെ കൂടെ കൂടാമെന്ന്. ഒരുപാട് തരത്തിലുള്ള താളുണ്ട്. കൊല്ലിത്താള്, വെള്ളത്താള്, കരിന്താള് എന്നൊക്കെ. ഇതിൽ നമ്മൾ കൊല്ലിത്താളാണ് ഇന്ന് നുള്ളാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് കൊല്ലിത്താളൊക്കെ നുള്ളിയിട്ട് വീട്ടിൽ ചെന്ന് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള നമ്മുടെ അരിപ്പപ്പടം ടീമുണ്ടല്ലോ, അമ്മയും ചേച്ചിയും, അവരുടെ കയ്യിൽ കൊടുക്കാം. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ കയ്പനാരങ്ങ പുളിയൊഴിച്ചുണ്ടാക്കിയ താളുകറി ഒന്ന് മാത്രം മതി നല്ല ഉഗ്രനൊരു ഊണ് കഴിക്കാൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വെറ്റില മുറുക്കുമ്പോൾ അടക്ക പൊട്ടിക്കാനായിട്ടും പിന്നെ ഇതുപോലുള്ള താളും തകരിയും ചീരയൊക്കെ മുറിച്ചെടുക്കാനായിട്ടും എന്നും കയ്യിൽ കരുതാറുള്ള കുഞ്ഞു കത്തിയുടെ മൂർച്ചയെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ കരിക്കുമിരാത്തിയും നാരായണി മരത്തിയും താള് നുള്ളാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. താള് നുള്ളിയെടുക്കാൻ ഞാനും കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നല്ല ഇളം താള് നോക്കി നുള്ളണം, എങ്കിലേ താള് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത്ര. അപ്പോൾ ഇളം താള് നുള്ളാനുള്ള കഴിവൊന്നും എനിക്കില്ലാന്നും ഇനി അവിടെ എവിടെയെങ്കിലും നിന്ന് ഞങ്ങൾ താള് നുള്ളുന്നത് നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഇരുന്നിട്ട് ഇവർ താള് നുള്ളുന്ന ഭംഗി നോക്കിയിരിക്കുകയാണേ. കയ്യിലുള്ള കത്തിയുടെ വലുപ്പം കുറവാണെങ്കിലും ഉപയോഗം വളരെ വലുതാണെന്ന് ഇവർ താള് നുള്ളുന്നതിൻ്റെ സ്പീഡ് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. കൊയ്തെടുത്ത താളെല്ലാം നല്ലതാണോ എന്നുള്ള സീരിയസ് ആയിട്ടുള്ള ചെക്കിങ്ങിലാണ് നമ്മുടെ കരിക്കുമേരാത്തി. ഇനിയിപ്പോൾ അത് വൃത്തിയായിട്ട് കെട്ടിവെക്കേണ്ട കാര്യമാണ്. വീട്ടിലേക്ക് താളെടുത്തിട്ട് പോകാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറെടുത്ത് നീട്ടി. അപ്പം മെരത്തി എന്നെ നോക്കിയിട്ടൊരു ചെറിയൊരു പുച്ഛത്തോടെ ഒരു ചിരി. അത് കഴിഞ്ഞ് അടുത്തുള്ളൊരു കവുങ്ങിൻ പാള എടുത്തിട്ട് അതിൽ നിന്ന് 2 നാരെടുത്തു. എന്നിട്ട് ഇതുപോലെ താള് കെട്ടാൻ തുടങ്ങി. വളരെ വേഗത്തിൽ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ നല്ല മുറുക്കത്തിൽ താള് കെട്ടുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. മെരത്തി ഇത് കെട്ടുന്ന കണ്ടിട്ട് കൊതിയായിട്ട് ഞാനും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ താള് നുള്ളലും അത് വൃത്തിയായിട്ട് കെട്ടിവയ്ക്കലെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കരിക്ക് മെരത്തിക്ക് നല്ല എനർജി. മെരത്തി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഒന്നും അല്ല കേട്ടോ, ഇവർ നല്ല ഒന്നാന്തരം ഡാൻസേഴ്സാണ്. പക്ഷേ ഇവരുടേതായ ചില മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, തുടിയും കുഴലും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊന്നും കൂടെ ഉഷാറാക്കിയേനെ. നമുക്കത് വേറൊരു ദിവസം നോക്കാം.
ഞങ്ങളേതായാലും താളൊക്കെയായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മേർത്തിമാരെന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരുടെ പെരയ്ക്ക് പോവുകയാണ് കേട്ടോ. പെരാന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് തന്നെ. അപ്പോൾ പോകുന്നതിന് മുന്നേ അവരുടെ 2 സുന്ദരി ചിരി ഞാൻ കാണിച്ചു തരാം. അതേസമയം നമ്മളുടെ കുക്കിംഗ് ടീമായ അമ്മയും ചേച്ചിയും താളൊക്കെ ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം എല്ലാ പച്ചക്കറികൾ അരിയാനും പിന്നെ തേങ്ങ ചിരകാനൊക്കെ ആയിട്ട് ചിരവയുടെ ആകൃതിയിലുള്ള ഈ മണൽവാളാണ് ഉപയോഗിക്കുന്നത്. ഇതിനെന്തിനാണ് മണൽവാൾ എന്ന് വിളിക്കുന്നതെന്ന് ഒരുപാട് ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിലാവുമ്പോൾ നമ്മളുടെ താള്, ചീര, പയറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ താള് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ഇപ്പോൾ താളെല്ലാം മുറിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് താള് കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം നല്ല എരിവും പുളിയുള്ളൊരു കറിയാണ് നമ്മളുടേത്. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കാന്താരി മുളക് ചതച്ചതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നാട്ടിലായതുകൊണ്ട് കാന്താരി മുളക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. താള് കറിക്ക് വേണ്ട പുളിക്കായിട്ട് നമ്മൾ ഈ കയ്പനാരങ്ങയുടെ നീരാണ് ഉപയോഗിക്കുന്നത്. ഈ കയ്പനാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഓറഞ്ചിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള നാരങ്ങയാണ്. പക്ഷേ ഇത് പഴുപ്പിച്ചിട്ട് ആരും കഴിക്കാറില്ല. ഇതുപോലുള്ള മീൻ കറിയും താളുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പുളിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ നാരങ്ങ നീര് ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കയ്പനാരങ്ങ പുളി ഇല്ലെങ്കിൽ നല്ല പുളിയുള്ള പച്ചമാങ്ങ ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ വാളംപുളി ഉപയോഗിക്കാം, കുടംപുളി എല്ലാം ഉപയോഗിക്കാം. പക്ഷേ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കയ്പനാരങ്ങയാണ്. ചെറുനാരങ്ങയേക്കാളും വലിപ്പമുള്ളതുകൊണ്ട് നമ്മുടെ സ്ക്യൂസർ വെച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കുന്ന കാര്യമൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ വീണ്ടും നമ്മൾ മണൽവാൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ മണൽവാളിൻ്റെ കത്തിയുടെ ഭാഗത്തിൻ്റെ പിൻഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ അമർത്തിയാൽ നല്ല നീര് വരും. ഇനി നമ്മളുടെ താളുകറിക്ക് ചെറിയൊരു അരവും കൂടെ ഇടാനുണ്ട്. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് വേണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചുവന്നുള്ളി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജീരകം. ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് വയ്ക്കണം. ഇനി നമ്മൾക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പില തണ്ടാണ്. അപ്പോൾ കരിവേപ്പില എണ്ണയിലിട്ട് താളിച്ച് ചേർക്കുന്നത് കൂടാതെ മറ്റൊരു രീതിയിൽ നമ്മൾ താൾക്കറിയിൽ ചേർക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് താൾക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വയ്ക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ താള് ചേർത്ത് കൊടുക്കുക. ഇലക്കറി ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ കല്ലുപ്പ് ഉപയോഗിച്ചാണ് ശീലം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ കാന്താരി മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ താൾക്കറി ഉണ്ടാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു കുക്കറിലിട്ടതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരയ്ക്കും വേവിച്ചെടുത്താൽ മതി. 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മളുടെ താളക്കറിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെട്ടി തിളയ്ക്കുന്ന രീതിയിലായിരിക്കും, ഏകദേശം നമ്മുടെ കയ്യിലേക്ക് തെറിക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ താളക്കറി തിളച്ച് വരിക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കയ്പ നാരങ്ങയുടെ പുളി ഒഴിക്കുന്ന സമയമായി. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള കറിയാണിത്. അപ്പോൾ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം പുളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളിത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ താളിക്കറി ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമ്മുടെ താളിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിക്കറിയിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം. നമ്മളുടെ അരപ്പ് ചേർത്തതിന് ശേഷം താളിക്കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ സമയത്ത് ഒരു തണ്ട് കരിവേപ്പില കനലിൽ നന്നായിട്ട് കാച്ചിയതിന് ശേഷം താൾക്കറിയിലിട്ട് നന്നായിട്ട് മുക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിടുന്നത് കൂടാതെ
ഇങ്ങനെയും നമ്മൾ കറിവേപ്പില ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ താൾക്കറിയുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ എൻഹാൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇനി നമ്മളുടെ താൾക്കറിയിലേക്ക് ഒരു ഒന്നാന്തരം ഒരു കടുകും കൂടെ വറുത്തിടാനുണ്ട്. അതിനായിട്ടൊരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് എണ്ണയിൽ ചൂടായതിന് ശേഷം നമ്മളുടെ താൾക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. 100% നാച്ചുറലായിട്ടുള്ളൊരു താൾക്കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ കാന്താരി മുളകിന് പകരം പച്ചമുളക് ഉപയോഗിക്കാം, കയ്പനാരങ്ങയ്ക്ക് പകരം പച്ചമാങ്ങ ഉപയോഗിക്കാം. നിങ്ങൾക്കിതൊക്കെ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ആ നാടൻ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ താൾക്കറിയുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കുത്തിരി ചോറും താൾക്കറിയും പിന്നെ മോരിലിട്ട മുളക് വറുത്തതും പിന്നെ വടകുമാണ്. അപ്പോൾ ഈ വടകൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. നിങ്ങളും ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊല്ലിത്താള് കിട്ടുകയാണെങ്കിൽ ഈ താൾക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാടൻ രുചികളോട് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോയിലെ താൾക്കറിയും നാറാണിമരത്തിയും കരിക്കുമരത്തിനെയൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതായിരിക്കും നിങ്ങൾ എനിക്ക് തരുന്ന ഒരു പ്രോത്സാഹനം. താങ്ക്